കരണ്ടി മീൻ കറി. ഒരു ചെറിയ ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഉലുവപ്പൊടി എല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. മുളക് പൊടി നേരിട്ട് ഇടുമ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ പേസ്റ്റാക്കി എടുക്കുന്നത് കേട്ടോ. ഇത് മാറ്റി വയ്ക്കുക. ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ കടുകും പൊട്ടിക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യുക. ഒരു അര സബോള പൊടിയായി അരിഞ്ഞതും, കറിവേപ്പില, 2 പച്ചമുളക് ഇതുപോലെ കീറിയതും ആഡ് ചെയ്ത് കൊടുക്കുക. സബോളയ്ക്ക് പകരം ചെറിയ ഉള്ളി 10-15 എണ്ണം എടുക്കുക കേട്ടോ. ഞാനിവിടെ മടി ഓർത്തിട്ടാണ് സബോള എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ആകുമ്പോൾ ഈ മീൻ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് സോഫ്റ്റായി വരട്ടെ. ഇതേപോലെ സോഫ്റ്റായി വരുമ്പോൾ മാറ്റി വെച്ച മുളകിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി മുകളിൽ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ട ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരണം. ഈ ടൈമിൽ ഒരു തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരാനായിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഒരു സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുക. തക്കാളി കടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉടച്ചു കൊടുക്കണ്ട കേട്ടോ. ഒരു കുടംപുളി ഇതേപോലെ ചീന്തിയിട്ട് നല്ലവണ്ണം കഴുകി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായി ആ വെള്ളത്തോടക്കനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി ഒന്ന് മൂടി വയ്ക്കുക. കുടംപുളിയുടെയും മുളകിൻ്റെയും കുത്തുവിടാൻ വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1 കപ്പ് മുമ്പ് ഒഴിച്ചു വിട്ടാൽ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചാറൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുക. ഈ ടൈമിൽ ഉപ്പും പുളിയും ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് വറ്റി വരട്ടെ. ഒന്ന് ചെറുതായി വറ്റി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 കിലോ മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി സ്റ്റൗ സിമ്മിലാക്കി മൂടി വയ്ക്കുക. ചാറൊക്കെ ഒന്ന് വറ്റി മുകളിൽ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് അതിലേക്ക് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. അടിപൊളി മീൻ കറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു.